ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ചക്കപ്പുഴുക്ക്. അത് ഒരുവിധം എല്ലാ അമ്മമാർക്കും ഒക്കെ അറിയായിരിക്കും. പക്ഷെ എന്നാലും അറിയാത്ത ആരെങ്കിലും എങ്ങാനും ഉണ്ടെങ്കിലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി. നല്ല ടേസ്റ്റി ആയിട്ട് നല്ലൊരു ചക്കപ്പുഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. ഇതുപോലൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പറമ്പിലുണ്ടായതാണ്. നല്ല അടിപൊളി ചക്കയാണ് കേട്ടോ. നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. അത്രയും വേണ്ടി വരും നമുക്ക്. 2-3 ദിവസമായിട്ടൊക്കെ എടുക്കാൻ പറ്റുമല്ലോ. ഒരു കഷ്ണം എടുത്തിട്ട് ഞാൻ മൊത്തം മുറിച്ച് കട്ട് ചെയ്തിട്ടൊക്കെ കാണിക്കാം കേട്ടോ. ഇത് പരിക്കച്ചക്കയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ പുഴുക്ക് ഉണ്ടാക്കിയാൽ. പരിക്കച്ചക്കയുടെ ഒക്കെ എല്ലാ ചക്കയുടെയും, നമ്മുടെ പഴം ചക്കയുടെയും എല്ലാ ചക്കയുടെയും പുഴുക്ക് നല്ല ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ ചേർക്കുന്ന കൂട്ടൊക്കെ അടിപൊളിയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ നല്ലൊരു പുഴുക്കുണ്ടാക്കാം. നമുക്കതിൻ്റെ ഇത് നോക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് വരാം, മുറിച്ചിട്ടൊക്കെ വരാം. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ചെറിയൊരു ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു ചക്കയുടെ ഈ ഒരു മുമ്പ് ഭാഗം കണ്ടോ, ഇങ്ങനെ ഉണ്ടാവുക. അത് ഇങ്ങനെ ഇവിടെ നിന്ന് പിശാത്തിയോട് കത്തി കൊണ്ട് നല്ലോണം ചെത്തിയെടുക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മളിങ്ങനെ ഓരോ ചുളയും എടുത്തിട്ട് ഇങ്ങനെ കുരുവും കൂടി എടുക്കണം. നല്ല വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഇങ്ങനെ ഇതുണ്ടാവില്ലേ പശത്തോട്, അതൊക്കെ വൃത്തിയാക്കിയിട്ട് എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ആദ്യം കയ്യിൽ വെളിച്ചെണ്ണയൊക്കെ ആക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ, അല്ലെങ്കിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ഇതിൻ്റെ ഒരു പശ കണ്ട ഒട്ടിപ്പിടിക്കും. ചെറിയ അളവിലേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതിനെ വൃത്തിയാക്കിയിട്ട് ഞാനിതിൻ്റെ ചുളയൊക്കെ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇടർത്തിയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചെയ്യണം. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഇതെല്ലാം ഇല്ലേ, ഇതെല്ലാം ഇതെല്ലാം കളഞ്ഞിട്ട് നമുക്ക് കത്തി കൊണ്ട് ചെറുങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിടണം. ചെറുങ്ങനെ അത് നമുക്ക് ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും എടുത്തിടാം. ഇങ്ങനെ നീളത്തിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുത്തിടാം. എല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഒരു ഇത് നടുക്കുള്ള സാധനമില്ല, അതെല്ലാം എടുത്ത് കളയണേ. ഇങ്ങനെ കട്ട് ചെയ്തിടാം. ഞാൻ ഇതെല്ലാം അങ്ങനെ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അതിന് മുന്നേ കയ്യിൽ എണ്ണ പുരട്ടണം കേട്ടോ, അല്ലെങ്കിൽ കറയെല്ലാം നമ്മുടെ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് നല്ല എണ്ണ എന്തെങ്കിലും പുരട്ടണം കേട്ടോ. എല്ലാം കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇതുപോലെ ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തത്. വൃത്തിയാക്കിയിട്ട് നല്ല വൃത്തിയിൽ കഴുകിയെടുത്തതാണ് കേട്ടോ ഇത്. ഞാനിതിൽ ചക്കക്കുരുവും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ചിലവർ കുരു എടുക്കത്തില്ല, ഇതിൻ്റെ ചുള മാത്രം എടുത്തിട്ട് കട്ട് ചെയ്തിട്ടാണ് പുഴുക്കുണ്ടാക്കുക. ഈ കുരുവും കൂടി എടുത്താലുള്ള ഗുണം എന്ന് വെച്ചാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കുരു ഈ വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തത്. നമ്മുടെ ചക്കക്കുരു ഇതുപോലെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് മൊത്തം വൃത്തിയാക്കിയിട്ട് ഇതെല്ലാം കളഞ്ഞിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോഴും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കണം. കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോഴും നമുക്ക് വേഗം പുഴുക്കുണ്ടാക്കി കഴിയും. പിന്നെ അതിനേക്കുള്ള അരപ്പൊക്കെ തയ്യാറാക്കാം. ആദ്യം ഇത് കുക്കറിൽ കിടന്നിട്ട് ഒന്ന് വേവട്ടെ. നമുക്ക് കുക്കറിലിട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ആ ചക്കയുടെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് ആയി വരുമ്പം വളരെ കുറഞ്ഞ അളവിൽ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ വെന്ത് വരുമ്പോഴേ കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം അധികം ആവരുത്, അത് ശ്രദ്ധിക്കണം. ഇതിൻ്റെ നേർക്കൊന്നും വെള്ളം വരണ്ട കേട്ടോ. ഇതൊന്നും മുങ്ങിക്കിടക്കേണ്ട ആവശ്യത്തിന് വെള്ളം വേണ്ട. ഞാനൊരു 2.5 ഗ്ലാസ് വെള്ളമാണ് ഇതിന് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മളിങ്ങനെ കുക്കർ ഇങ്ങനെ ചെരിച്ച് നോക്കുമ്പോൾ അതിൽ വെള്ളം കാണണം. അങ്ങനെയുള്ള ഒരു അളവിൽ വേണം വെള്ളം ചേർക്കാൻ. ഇതിൻ്റെ മേലെ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന പോലെ വെള്ളം ചേർക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചക്ക ആകെ കുഴഞ്ഞു പോവും. അപ്പോൾ ഒരു 4 വിസിൽ മതിയാവും. 4 വിസിലിന് വരെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കൊടുക്കാം. 4 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ.
വിസിൽ വരുന്നപ്പോഴേക്ക് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം. ചെറിയ രീതിയിലുള്ള ഒരു അരപ്പാണ്, അതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ടേസ്റ്റ്. അത് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് തേങ്ങയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ചെറിയുള്ളി, ഇത്രയും ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളിയൊക്കെ കൂടുതൽ ചേർക്കുന്നത് ചക്കയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, നമ്മുടെ ചക്കപ്പുഴുക്കിന്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 സ്പൂണ് ജീരകമാണ്, ചെറിയ ജീരകം. ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ജീരകവും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നതിനെ കൊണ്ട് വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ചിലവർക്ക് ചക്കയൊക്കെ കഴിക്കുമ്പോൾ വയറ്റിൽ ചെറിയൊരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും, ചിലവർക്ക് മാത്രം. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് നന്നായി ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാട്ടോ. പിന്നെ ഞാൻ എരിവിന് ആവശ്യമായ പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഞാനൊരു 4 പച്ചമുളക് നടുകെ കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഒതുക്കിയെടുക്കുക വേണ്ടേ, നന്നായിട്ടൊന്ന് അരച്ചെടുക്കണ്ട, ഒന്ന് ഒതുക്കിയെടുക്കണം. അതിനൊരു 2 സ്പൂണ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒരു കാര്യം കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്, ഞാൻ വിട്ടുപോയതാണ്. കാരണം ഒരു നുള്ളി മഞ്ഞൾപ്പൊടി കേട്ടോ, ഒരു നുള്ളേ ചേർക്കുന്നുണ്ട്, കാരണം നമ്മൾ ചക്കയിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നുള്ളി മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. ഇതാ ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്തതാണ്. ഇങ്ങനെ മതി. ഇനി നമുക്കിതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് കുക്കറിൽ വെച്ച ചക്ക നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാനൊരു 4 വിസിൽ വന്നപ്പോൾ ഇത് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, നമ്മുടെ ചക്ക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ നമ്മൾ ഇട്ട പോലെ ഇങ്ങനെ ചുള പോലെ തന്നെ ഉണ്ടാവും, പക്ഷേ ഇതിങ്ങനെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. ഇത് കണ്ടോ, നന്നായിട്ട് ഇത് സ്മാഷ് ആവും. കണ്ടോ, കറക്റ്റ് വെള്ളമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഇത് ശക്തിയിൽ എല്ലാം ഒന്ന് ഉടച്ചെടുക്കണം. ചക്കക്കുരുവൊക്കെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ ചക്കക്കുരുവൊക്കെ, അതുപോലെ ചുളയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് വരാം കേട്ടോ. ഞാൻ ഇത് നന്നായിട്ട് ഉടച്ചെടുക്കട്ടെ. ഇതുപോലെ കണ്ടോ, ഞാൻ നന്നായിട്ട് ഇതിങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, എല്ലാം നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. തീർത്തും നന്നായിട്ടങ്ങ് ഉടയണ്ട, ഇതുപോലെ ഈ ഒരു ഇതിൽ മതിയാവും. പിന്നെ നേരത്തെ കണ്ട പോലെ ഇങ്ങനെ നല്ല ചുളയോടെ അങ്ങനെ കഴിക്കുകയാണെങ്കിലും അങ്ങനെയും കഴിക്കാം കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഞാൻ ഇതുപോലൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 വലിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാനൊരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരും. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ, ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാ ഞാൻ എല്ലാ അരപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വെളിച്ചെണ്ണയിൽ കിടന്ന് ഒന്ന് വരട്ടിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വരട്ടിയെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമുക്കിനി ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചക്ക ചേർത്ത് കൊടുക്കാം.
നമുക്കിനി എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ അരപ്പും ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ഒരു ചൂട് കട്ടനോടൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒഴിച്ചു കറിയുടെ കൂടെയും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനും പറ്റും. നല്ല ഹെൽത്തിയുമാണ്, കുട്ടികൾക്കും കൊടുക്കാൻ പറ്റും. കണ്ടോ നമ്മുടെ ചക്കപ്പുഴുക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ. ഞാൻ നമ്മുടെ ഈ ചക്കപ്പുഴുക്ക് ഒരു ഇലയിലേക്കാണ് സെർവ് ചെയ്യുന്നത്. ഇലയിൽ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ ചക്കപ്പുഴുക്ക്. ഓക്കെ, എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ, ചക്ക കിട്ടുവാണെങ്കിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.